ഓക്കെ, അപ്പം നമ്മൾ ഇൻഡേഴ്സ് ആണ് കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡേഴ്സ് 12 ഇൻകം ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ വേരിയസ് ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. എന്താണ് കറൻറ്റ് ടാക്സ്, എന്താണ് ടാക്സ് ബേസ്, എന്താണ് ദെൻ taxable temporary difference and deductible temporary difference in case of temporary difference, permanent difference. പിന്നെ deferred tax asset and deferred tax liability, then taxable income and tax expense. ഇത്രയും ടേംസ് ആണ് നമ്മൾ ഈ ഒരു ഇൻഡേഴ്സ് 12 ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് അതിന് വേണ്ട ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം പറഞ്ഞിരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ബേസ് എന്താണ്, ഒരു അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ ടാക്സ് ബേസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ടാക്സ് ബേസ് എന്താ നമ്മൾ പറഞ്ഞത്, അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ടാക്സ് പർപ്പസിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണോ ടാക്സ് റേറ്റ്, ഒരു പ്രിവെയിലിംഗ് ടാക്സ് റേറ്റ് എത്രയാണോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു എമൗണ്ടിലായിരിക്കണം. ഒരു അസറ്റിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് 30,000 ആണെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും, 30,000 ഇൻറ്റു ആ ഒരു പെർസെൻറ്റേജ്, 30% എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കാണണം. അപ്പോൾ ടാക്സ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന എമൗണ്ടാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. An asset which cost 200 rupees has a carrying amount of 140. Cumulative depreciation for the tax purpose is 120 and tax rate is 30%. Determine the deferred tax liability. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, ₹200 ആണ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ നമ്മൾ ടാക്സ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കണം, ടാക്സ് ബേസിലായിരിക്കണം ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ അക്കൗണ്ടിങ് പർപ്പസിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണോ, ക്യാരിയിങ് എമൗണ്ട് മീൻസ് ആ അസറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ, അല്ലെങ്കിൽ ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റി നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു വാല്യൂവിനെയാണ് ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പർപ്പസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാരിയിങ് എമൗണ്ടിൻ്റെ ബേസിലാണ്, ആൻഡ് അതായത് കമ്പനീസ് ആക്ട് പ്രകാരം. എന്നാൽ ഇൻകം ടാക്സ് അതോറിറ്റി ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ ടാക്സ് ലയബിലിറ്റി കാണുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടാക്സ് ബേസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നിരിക്കുന്നത് അതിൻ്റെ കോസ്റ്റാണ്, ദാറ്റ് ഈസ് 200. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ക്യാരിയിങ് എമൗണ്ട്, ദാറ്റ് ഈസ് 140. ആൻഡ് അതിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണ് എന്നുള്ളതും, ടാക്സബിൾ പർപ്പസിനുള്ള ഡിപ്രിസിയേഷൻ എത്രയാണ് 120 എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്, ആൻസർ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്യാരിയിങ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ക്യാരിയിങ് എമൗണ്ട് എത്രയാണ്, 140 എന്ന് തന്നിട്ടുണ്ട്. 140 മീൻസ് ആ ഒരു അസറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് 140 ആണ്. അപ്പം ബിസിനസ് മാൻ അവരുടെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു അസറ്റ് വാല്യൂ ചെയ്യുന്നത് 140 റുപ്പീസിലായിരിക്കും. അവരുടെ ടാക്സ് കാണുന്നത്, അക്കൗണ്ടിങ് പർപ്പസിനുള്ള ടാക്സ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 140 റുപ്പീസിലാണ്. എന്നാൽ ഇൻകം ടാക്സ് അതോറിറ്റി ഈ ഒരു അസറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇൻകം ടാക്സ് അതോറിറ്റി ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് 120 ആണ്. ഓക്കെ, അപ്പം കോസ്റ്റ് 200 റുപ്പീസ് കോസ്റ്റുള്ള ഒരു അസറ്റ് ബിസിനസ് മാൻ 140 ആണ് കാണിച്ചിരിക്കുന്നത്, എൻറ്റിറ്റി 140 കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ അവർ
ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷൻ 60 റുപ്പീസ് ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 200 കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് 140 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പർപ്പസ് എന്ന് പറയുന്നത് 200-ന് 60 റുപ്പീസ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 140 ആണ്. എന്നാൽ സെയിം തിങ് ടാക്സബിൾ പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 120 റുപ്പീസാണ് അവർ ടാക്സ് അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷൻ. അപ്പം കോസ്റ്റിൽ നിന്ന് ദാറ്റ് ഈസ് 200 മൈനസ് 120 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80 റുപ്പീസാണ് ഇതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. അക്കൗണ്ടിങ് പർപ്പസിന് അവർ 60 റുപ്പീസ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ക്യാരിയിങ് എമൗണ്ട് 140 കിട്ടിയിരിക്കുന്നത്. എന്നാൽ ടാക്സ് അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് 120 ആണ്. സോ 200 മൈനസ് 120 80 റുപ്പീസാണ് ടാക്സ് ബേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ഈ രണ്ട് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 140 ആൻഡ് 80 റുപ്പീസും തമ്മിലുള്ള ഡിഫറൻസ്. ഇതായിരിക്കും അവിടെ എന്തായിട്ട് വരുന്നത്? ടെമ്പററി ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ക്യാരിയിങ് എമൗണ്ട് ആൻഡ് ടാക്സ് ബേസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പഠിച്ചിട്ടുണ്ടാവുക. ടെമ്പററി ഡിഫറൻസിൽ തന്നെ നമ്മൾ രണ്ട് കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആൻഡ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. രണ്ട് ടേംസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. വെദർ ഇറ്റ് ഈസ് TTD ഓർ DTD. അതെങ്ങനെയാണ് നമ്മൾ നോക്കിയിരുന്നത്? അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ഇഫ് ദ ക്യാരിയിങ് എമൗണ്ട് ഓർ ക്യാരിയിങ് വാല്യൂ ഓഫ് ദ അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. ടാക്സ് ബേസിനേക്കാൾ കൂടുതലാണ് ക്യാരിയിങ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ് ആണെങ്കിൽ അതെന്തായിരിക്കും? അതിനെയാണ് നമ്മൾ TTD എന്ന് പറയുന്നത്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ 140 ആണ്. എന്നാൽ ടാക്സ് അതോറിറ്റി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 80 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 140 നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ട്രീറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതിലല്ല നമ്മൾ ഈ ഒരു ഇയറിൽ ടാക്സ് പേ ചെയ്യുന്നത്. ടാക്സ് പേ ചെയ്യേണ്ടത് ഏത് ബേസിലാണ്? ഇൻകം ടാക്സ് അതോറിറ്റി ചാർജ് ചെയ്തിരിക്കുന്ന ബേസിലാണ്. അവർ ചാർജ് ചെയ്തിരിക്കുന്നത് 80 റുപ്പീസാണ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട്. അവിടെ കുറവ് വരാനുള്ള കാരണം എന്താണ്? അവർ ഡിപ്രിസിയേഷൻ ചാർജ്, ക്യുമുലേറ്റീവ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതുകൊണ്ടാണ്. നമ്മളുടെ രണ്ട് അക്കൗണ്ടിങ് ബേസിലും ആൻഡ് ഇൻകം ടാക്സ് ബേസിലും വന്ന ഡിപ്രിസിയേഷനിലുള്ള ചാർജ്, ഡിപ്രിസിയേഷൻ റേറ്റിൽ വന്ന ഡിഫറൻസ് ആണ് ഇവിടെ ഈ ഒരു ടെമ്പററി ഡിഫറൻസ് വരാനുള്ള ബേസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ടാക്സ് ബേസിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ ക്യാരിയിങ് എമൗണ്ട്, അല്ലെങ്കിൽ ക്യാരിയിങ് എമൗണ്ടിനേക്കാൾ കുറവാണ് നമ്മളുടെ ടാക്സ് ബേസ്. അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ ലെസ് ടാക്സ് ആണ് പേ ചെയ്യേണ്ടത്. 80 റുപ്പീസിൽ മാത്രമാണ് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. സോ ലെസ് ടാക്സ് കറണ്ട് ഇയറിൽ പേ ചെയ്യുകയും ഫ്യൂച്ചർ ഇയറിൽ മോർ ടാക്സ് പേ ചെയ്യുന്നതുമായിട്ടുള്ള സിറ്റുവേഷനെയാണ്, അല്ലെങ്കിൽ അതിന് റീസൺ ആവുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. കറണ്ട് ഇയറിൽ നമ്മൾ കുറഞ്ഞ എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാലും ഫ്യൂച്ചർ ഇയറിൽ എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ ഹയർ എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റ് വരുന്ന ടെമ്പററി ഡിഫറൻസസിനെയാണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൻ്റെ ഡിഫറൻസ് ക്യാരിയിങ് എമൗണ്ട് മൈനസ് ടാക്സ് ബേസ് ഈസ് ഈക്വൽ ടു 60 റുപ്പീസാണ് വരുന്നത്. 60 ആണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ഇനി ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഡിഫേർഡ് ടാക്സിനെയാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് കറണ്ട് ഇയറിൽ ടാക്സ് പേ ചെയ്യുന്നില്ലെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ നമ്മൾ ഹൈ എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും.
അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ നടത്താത്ത പേയ്മെൻറ്റ് കൂടെ നെക്സ്റ്റ് ഇയറിൽ നടത്തണം. അത് നമുക്കൊരു ലയബിലിറ്റിയാണ്. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ നടത്തണം എന്നുള്ളത് നമുക്കൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ അതാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഡിഫേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. അതെങ്ങനെ നമ്മൾ കാണും? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു taxable temporary difference into tax rate. ടാക്സ് റേറ്റ് എത്രയാണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 30%. 30% ഈ ഒരു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്രയെന്ന് കിട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ ടാക്സ് ബേസ് എന്താണെന്ന് പറഞ്ഞു, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്. അസറ്റിൻ്റെ കേസിൽ ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ് ആണെങ്കിൽ അത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. ഇത് ലയബിലിറ്റിയുടെ കേസാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. അതായത് ക്യാരിയിങ് എമൗണ്ട് ഈസ് ലെസ് ദാൻ ടാക്സ് ബേസ് ആണെങ്കിലാണ് ലയബിലിറ്റിയുടെ കേസിൽ TTD വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. ആൻഡ് TTD ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് എക്സാമ്പിൾ ഇവിടെ എന്താ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ഒരു PPE മീൻസ് പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻ്റ് ആണ്. അസറ്റിൽ നിന്ന് നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മതി. PPE മീൻസ് ഇറ്റ് ഈസ് എൻ അസറ്റ്, ഒരു ഫിക്സ്ഡ് അസറ്റിനാണ് തന്നെയാണ് നമ്മൾ PPE എന്ന് പറയുന്നത്. പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ്, നമ്മളുടെ മെഷീനറിയൊക്കെ ഈ ഒരു PPEയിൽ വരുന്ന കാറ്റഗറിയാണ്. മെഷീനറി അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എ കമ്പനി റീവാല്യൂ ഇറ്റ്സ് PPE on 1st April 2019 and the details are as follows. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ക്യാരിയിങ് വാല്യൂ ഓഫ് ദ അസറ്റ് 30,000. ദെൻ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ്. ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് മീൻസ് അത് റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള എമൗണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിച്ചിരുന്നത് 30,000 ആയിരുന്നു. എന്നാൽ അത് റീവാല്യൂ ചെയ്തപ്പം അതിന് റീവാല്യുവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചില കേസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവാനുള്ള സിറ്റുവേഷൻസ് വരാം. മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഗോൾഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ നമ്മളുടെ വീട്ടിൽ ഗോൾഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഗോൾഡിൻ്റെ വില ഫ്യൂച്ചറിൽ എന്തായി കൂടി ഡ്യൂ ടു മാർക്കറ്റ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിൽ വന്ന ചേഞ്ച് കൊണ്ട് ഗോൾഡിൻ്റെ റേറ്റ് കൂടി. ഇവിടെ നമ്മൾ പറയുന്നത് റീവാല്യുവേഷൻ ആണ്. ഓക്കെ, റീവാല്യൂ ചെയ്തപ്പം അസറ്റിൻ്റെ വാല്യൂ കൂടി, ജനറലായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ബിസിനസ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് റീവാല്യുവേഷൻ മീൻസ് ഇവർ ഹോൾഡ് ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് PPE ആണ്. അത് റീവാല്യൂ ചെയ്ത സമയത്ത് റീവാല്യൂ ചെയ്യുന്നതാണ് നമ്മൾ അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ ഓരോ ഇയർ കൂടുമ്പോഴൊക്കെ അസറ്റ് റീവാല്യൂ ചെയ്ത് നോക്കും, അതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടില്ലേ. അപ്പോൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സർപ്ലസ് ടു ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇൻ കേസ് റീവാല്യൂ ചെയ്ത സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ കുറയാണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് റീവാല്യുവേഷൻ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നിട്ടുള്ളത് റീവാല്യൂ ചെയ്തപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടി, 30,000 എന്നുള്ളത് 1 lakh ആയി. ഓക്കെ, ദെൻ ടാക്സ് ബേസ് തന്നിട്ടുണ്ട് 30,000. അപ്പോൾ റീവാല്യൂഡ് ഫിഗർ നിങ്ങൾക്ക് തരുന്ന കേസിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനാണ് ഈ ഒരു എക്സാമ്പിൾ തരുന്നത്. ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ളത് the asset are depreciated at 20% in books on straight line basis and are depreciated at 20% for tax purpose, and calculate the deferred tax asset or liability and assume 50% tax.
ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാരിയിങ് വാല്യൂ തന്നിട്ടുണ്ട്, ആൻഡ് റീവാല്യൂഡ് ഫിഗർ തന്നിട്ടുണ്ട്, ദെൻ ടാക്സ് ബേസ് തന്നിട്ടുണ്ട്, ആൻഡ് ടാക്സ് പർപ്പസിനും അക്കൗണ്ടിങ് പർപ്പസിനുമുള്ള ഡിപ്രിസിയേഷൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ടാക്സ് പർപ്പസിനും അക്കൗണ്ടിങ് പർപ്പസിനും സെയിം ഡിപ്രിസിയേഷനാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത്, ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എല്ലാവരും ആദ്യം എഴുതി വെക്കുക. ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് ക്യാരിയിങ് വാല്യൂ ആൻഡ് ടാക്സ് ബേസ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് റീവാല്യൂഡ് ഫിഗർ കൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ റീവാല്യൂഷൻ ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ടെമ്പററി ഡിഫറൻസ് കാണുന്ന സമയത്ത് റീവാല്യൂഡ് ഫിഗർ ആൻഡ് ടാക്സ് ബേസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ ആൻസർ നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് ടെമ്പററി ഡിഫറൻസ് ആണ്. ടെമ്പററി ഡിഫറൻസ് കാണുന്ന സമയത്ത് എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക, വാല്യൂ നോക്കുക. ക്യാരിയിങ് വാല്യൂ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. ക്യാരിയിങ് വാല്യൂ ആൻഡ് റീവാല്യൂഡ് ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ റീവാല്യൂഡ് ഫിഗറാണ് നിങ്ങൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 1 lakh. 1 lakh ആൻഡ് ടാക്സ് ബേസ് 30,000 കമ്പയർ ചെയ്യാം. ഏതാണ് ഹയർ വാല്യൂ? വെദർ ദ ക്യാരിയിങ് വാല്യൂ ഓർ റീവാല്യൂഡ് വാല്യൂ ഓർ ടാക്സ് ബേസ് ഏതാണ് ഹയർ എമൗണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഫെയർ വാല്യൂ ആണ് അല്ലേ? 1 lakh ആൻഡ് 30,000 എടുത്ത് നോക്കിയാൽ അതിൽ 1 lakh ആണ് ഹയർ വാല്യൂ. ദാറ്റ് ഈസ് ക്യാരിയിങ് വാല്യൂ ആണ് ഹയർ വാല്യൂ. ക്യാരിയിങ് വാല്യൂ ഇസ് ഹയർ ദാൻ ടാക്സ് ബേസ്, ദെൻ ഇറ്റ് ഡിനോട്ട് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് അല്ലേ അസറ്റിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് എത്രയാണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എത്രയാണ് വരിക? 1 lakh മൈനസ് 30,000. ഓക്കെ, സോ 1/4/2019 ഫസ്റ്റ് നമ്മൾ കാണേണ്ടത്, അതായത് റീവാല്യൂ ചെയ്തപ്പോൾ ഉള്ള എമൗണ്ട്. 1/4/2019 നമുക്ക് 1 lakh ആയിരുന്നു അതിൻ്റെ റീവാല്യൂഡ് ഫിഗർ, ആൻഡ് 30,000 ആണ് ഇതിൻ്റെ ടാക്സ് ബേസ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 70,000 എന്ന് പറയുന്നത് എന്താണ്? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ദെൻ അതിന് നമ്മളുടെ ടാക്സ് ബേസ് എത്ര തന്നിട്ടുള്ളത്? 50%. 50% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടി, 35,000. അത്രയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ദെൻ ഇതിനെ ജേർണലൈസ് ചെയ്യുന്ന സമയത്ത് ജേർണൽ എൻട്രി എങ്ങനെയാണെന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ പറഞ്ഞു റീവാല്യൂഷൻ സർപ്ലസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ റീവാല്യൂഷൻ സർപ്ലസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, ആൻഡ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയും. ഓക്കെ, ലയബിലിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ ലയബിലിറ്റീനെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ലയബിലിറ്റി എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് അസറ്റ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജേർണൽ എൻട്രി മീൻസ് റീവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി, ദാറ്റ് ഈസ് 35,000 ആണ്. ഓക്കെ, ആ ഒരു ജേർണൽ എൻട്രി നിങ്ങൾ നോക്കുക. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്ന അല്ലെങ്കിൽ റീവാല്യൂഷൻ സർപ്ലസ് വരുന്ന ജേർണൽ എൻട്രി ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. പി അക്കൗണ്ട് ഡെറ്റർ ടു റീവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് ജേർണലൈസ് ചെയ്യാം. ആ ഒരു ജേർണൽ കൂടെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എത്രയാണ് റീവാല്യൂ ചെയ്തപ്പോൾ വന്നിട്ടുള്ള എമൗണ്ട്, സർപ്ലസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ജേർണൽ എൻട്രി ചെയ്താൽ റീവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ദെൻ അത് നമ്മൾ കണ്ടിട്ടുള്ളത് 1 April 2019 ആണ്. റിവാല്യൂ ചെയ്തപ്പോഴുള്ള ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? അവർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ബേസിസ് അസറ്റ് അക്കൗണ്ടിങ് പർപ്പസിന് ചാർജ് ചെയ്തിരിക്കുന്നത് 20% ആണ്, ആൻഡ് ടാക്സബിൾ പർപ്പസിന് ചാർജ് ചെയ്തിരിക്കുന്നതും 20% ആണ്. ടാക്സ് റേറ്റിന് ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക?
ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ജേണൽ എൻട്രി കൂടെ എഴുതണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 31/3/2020 ബാലൻസ് ആണ്. അതായത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തപ്പോൾ ഉള്ള ജേണൽ എൻട്രി. ഓക്കെ, 1 April 2019 ഫസ്റ്റ് എഴുതിയത്. ആൻഡ് ഇപ്പോൾ എഴുതുന്നത് അതിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓപ്പണിങ്ങിൻ്റെ ബാലൻസ് ആണ് 31/3/2020. അവിടെ നമുക്ക് എത്രയാണ് ഡിപ്രിസിയേഷൻ ചാർജ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട് 20% ആണ് ചാർജ് ചെയ്യുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് അതിൻ്റെ റീവാല്യൂഡ് ഫിഗറിലാണ്. ഓക്കെ, റീവാല്യൂഡ് എമൗണ്ട് അല്ലെങ്കിൽ ക്യാരിയിങ് എമൗണ്ട് ആണ് തന്നതെങ്കിൽ ക്യാരിയിങ് എമൗണ്ട് അല്ലെങ്കിൽ റീവാല്യൂഡ് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ റീവാല്യൂഡ് എമൗണ്ട്, അതിലാണ് നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിനുള്ള ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 1 lakh ആണ് നമുക്ക് റീവാല്യൂഡ് ഫിഗർ തന്നിട്ടുള്ളത്. സോ 1 lakh മൈനസ് എത്ര ഡിപ്രിസിയേഷൻ 20% ഓഫ് 1 lakh ആണ് കേട്ടോ. 20% ഓഫ് 1 lakh മീൻസ് 20,000 വരും. സോ 1 lakh മൈനസ് 20,000 ഈസ് ഈക്വൽ ടു 80,000 ആണ് അക്കൗണ്ടിങ് പർപ്പസിനുള്ള വാല്യൂ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷം വരുന്നത് 80,000 ആണ്. ഡിപ്രിസിയേഷൻ 20,000 ആണ് ആൻഡ് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് 80,000 ആണ് വാല്യൂ വരുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ ടാക്സ് പർപ്പസ് എത്രയാണ്? ടാക്സ് പർപ്പസിന് നിങ്ങൾ എടുക്കേണ്ടത് അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് 30,000 ആണ്. 30,000-ൽ എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്? 20% ആണ് ചാർജ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ 30,000 മൈനസ് 20% ഓഫ് 30,000 ദാറ്റ് ഈസ് 6,000 വരും. ഓക്കെ, അപ്പോൾ 30,000 മൈനസ് 6,000 ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ ടാക്സ് പർപ്പസ്, ദാറ്റ് ഈസ് 24,000. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, 80,000 ആൻഡ് 24,000 തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് അറ്റ് ദ എൻഡ് വരുന്ന ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെയും നമ്മളുടെ ക്യാരിയിങ് എമൗണ്ട് അല്ലെങ്കിൽ റീവാല്യൂഡ് എമൗണ്ട് ആണ് ടാക്സബിൾ എമൗണ്ടിനേക്കാൾ അല്ലെങ്കിൽ ടാക്സ് ബേസിനേക്കാൾ ഹയർ എമൗണ്ട്. 80,000 ഈസ് ഗ്രേറ്റർ ദാൻ 24,000. അപ്പോൾ അവിടെയും ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. എത്ര വരും? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 56,000. 80,000 മൈനസ് 24,000. ആൻഡ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണുക എങ്ങനെയാണ്? TTD ഇൻറ്റു ടാക്സ് പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് 56,000 ഇൻറ്റു 50%, 28,000 ആണ് അറ്റ് ദ എൻഡ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് ഇൻകം ആൻഡ് ടാക്സ് എക്സ്പെൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് ടാക്സ് ഇൻകം ഓർ ടാക്സ് എക്സ്പെൻസ്. അവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിൽ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിനേക്കാൾ കുറവാണ് കറണ്ട് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം, ഡിഫേർഡ് ടാക്സ് ഇൻകം. അസറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് അസറ്റ് കറണ്ട് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് അസറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഓക്കെ, ലയബിലിറ്റീൻ്റെ കേസിൽ പ്രീവിയസ് ഇയറിനേക്കാൾ കുറവാവുകയാണ്. അസറ്റിൻ്റെ കേസിൽ പ്രീവിയസ് ഇയറിനേക്കാൾ ഈ ഒരു ഇയറിൽ നമുക്ക് അസറ്റ് കൂടുകയാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും ഡിഫേർഡ് ടാക്സ് ഇൻകം ആണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ്, കഴിഞ്ഞ ഇയർത്തെ പ്രീവിയസ് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീനേക്കാൾ കൂടുതലാണ് ഈ ഒരു ഇയർത്തെ നമ്മളുടെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കൂടുക. വേറെ അസറ്റിൻ്റെ കേസിൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇയറിനേക്കാൾ കഴിഞ്ഞ ഇയർ നമുക്ക് അസറ്റ് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഇയറിനെ അപേക്ഷിച്ച് ഇക്കൊല്ലത്തെ അസറ്റ് കുറവാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഇയറത്തെ ലയബിലിറ്റീനെ അപേക്ഷിച്ച് ഇക്കൊല്ലം ലയബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ലയബിലിറ്റി കൂടുന്നതോ അല്ലെങ്കിൽ അസറ്റ് കുറയുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ് ആയിരിക്കും
ലയബിലിറ്റി കുറയുന്നതോ അല്ലെങ്കിൽ അസറ്റ് കൂടുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡിഫേർഡ് ടാക്സ് ഇൻകം ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ഇയറിൽ നമുക്ക് 35,000 ആയിരുന്നു ലയബിലിറ്റി ഉണ്ടായിരുന്നത്, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. അത് കറണ്ട് ഇയർ ആയ സമയത്ത് 28,000 ആയി. അതായത് എന്ത് കുറഞ്ഞു? ലയബിലിറ്റി കുറഞ്ഞു. 35,000 ഉള്ളത് 28,000 ആയിട്ട് കുറഞ്ഞു. സോ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? നമുക്ക് ഡിഫേർഡ് ടാക്സ് ഇൻകം വന്നിട്ടുണ്ട്. ഈ രണ്ട് എമൗണ്ടിന് ഡിഫറൻസിന്, അതായത് 7,000 നമ്മൾ ഡിഫേർഡ് ടാക്സ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? ലയബിലിറ്റി കുറയാണ് ചെയ്തത് പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡിഫേർഡ് ടാക്സ് ഇൻകം. ഓക്കെ, അപ്പോൾ അത് നമ്മളെങ്ങനെ ജേർണലൈസ് ചെയ്യും? ഫസ്റ്റ് നിങ്ങൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഡെറ്റർ ടു ഡിഫേർഡ് ടാക്സ് ഇൻകം. ഓക്കെ, ഡിഫേർഡ് ടാക്സ് ഇൻകം ആയിട്ട് അതിനെ മാറ്റും. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് 7,000 നമുക്ക് ഇൻകം ആയിട്ട് നമ്മൾ മാറ്റും. ആൻഡ് ഈ ഒരു ഡിഫേർഡ് ടാക്സ് ഇൻകത്തിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഡിഫേർഡ് ടാക്സ് ഇൻകം ഡെറ്റർ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ആ ഒരു ജേർണൽ എൻട്രി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു കാര്യം നോക്കി വെക്കാം. അതിനാണ് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. റീവാല്യൂഡ് ഫിഗർ തരുന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ? ക്യാരിയിങ് വാല്യൂ തന്നിട്ടുണ്ട്, റീവാല്യൂഡ് ഫിഗർ തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ബട്ട് ടാക്സ് ബേസ് നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്, ടാക്സ് ബേസ് തന്നിട്ടില്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ ക്യാരിയിങ് വാല്യൂ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരിയിങ് വാല്യൂവിൽ എക്കണോമിക് ബെനിഫിറ്റ് ഒന്നും വരാത്ത സിറ്റുവേഷനിൽ ക്യാരിയിങ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ദ ടാക്സ് ബേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെമ്പററി ഡിഫറൻസ് കാണാൻ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ റീവാല്യൂഡ് ഫിഗർ ആൻഡ് ക്യാരിയിങ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കണം. അത്ര ഇതിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. എന്താണ്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റീവാല്യൂഡ് ഫിഗർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്യാരിയിങ് വാല്യൂ ഓർ ടാക്സ് ബേസ്. സോ എന്തായിരിക്കും? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് ഉണ്ടാവുക. എത്ര? 4 lakh ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഉണ്ടാകും. ആ 4 lakh ഇൻറ്റു 30% ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടി. ആൻസർ അത്രയേ ഉള്ളൂ. ഇതിൽ ഈ ഒരു ടാക്സ് ബേസ് ഇല്ല. അപ്പോൾ ടാക്സ് ബേസ് തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ക്യാരിയിങ് വാല്യൂ തന്നെയായിരിക്കും അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുന്നതിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ജേർണൽ എൻട്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ PPE അക്കൗണ്ട് ഡെറ്റർ ടു റീവാല്യുവേഷൻ സർപ്ലസ്, ദെൻ റീവാല്യുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. റീവാല്യുവേഷൻ സർപ്ലസിൽ നിങ്ങൾ എത്ര എമൗണ്ട് ഇടണം? എത്ര എമൗണ്ടാണ് റീവാല്യൂ ചെയ്തിരിക്കുന്നത്? ക്യാരിയിങ് വാല്യൂ 12 lakh ആയിരുന്നു, അത് റീവാല്യൂ ചെയ്ത് 16 lakh ആയി എന്ന് പറഞ്ഞാൽ 4 lakh അവിടെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആ 4 lakh ആണ് നിങ്ങൾ റീവാല്യുവേഷൻ സർപ്ലസ് ആയിട്ട് ജേർണലൈസ് ചെയ്യേണ്ടത്. അതേസമയം റീവാല്യുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നുള്ള ജേർണൽ എൻട്രിയിൽ നിങ്ങളുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് അവിടെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി വന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 1,20,000. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ സെയിം ഡിപ്രിസിയേഷൻ ആയിരുന്നു ചാർജ് ചെയ്തത്. ടാക്സബിൾ പർപ്പസിനും അക്കൗണ്ടിങ് പർപ്പസിനും സെയിം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത ക്വസ്റ്റ്യനാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഈ ക്വസ്റ്റ്യനിൽ രണ്ടും 2 ഡിപ്രിസിയേഷനാണ് എന്നുള്ള ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നോക്കുക. ആൻ എൻറ്റിറ്റി എഴുതുക, നിങ്ങൾ എഴുതുക. ആൻ എൻറ്റിറ്റി acquired plant and equipment for 1 million on January 1st, 2020. The asset is depreciated at 25% year on straight line basis. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്ന ആ ഡിപ്രിസിയേഷൻ 25% എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പർപ്പസിന് ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷനാണ്. വെറസ്
Local tax legislation permit the management to depreciate asset at 30% year for tax purpose. ടാക്സ് പർപ്പസിന് കാണിച്ചിരിക്കുന്നത് 30% ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ട് ടാക്സ് പർപ്പസിന് നിങ്ങൾ ഡിപ്രിസിയേഷൻ എടുക്കേണ്ടത് 30% ആണ്, ആൻഡ് അക്കൗണ്ടിങ് പർപ്പസിന് 25% ആണ് ഡിപ്രിസിയേഷൻ എടുക്കേണ്ടത്. And calculate any deferred tax liability that might arise on the plant and equipment at December 31st, 2020. ടാക്സ് റേറ്റ് 30% ആണ്. ഇപ്പോൾ ജനറലി നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ക്യാരിയിങ് വാല്യൂ എത്രയാണ്? ക്യാരിയിങ് വാല്യൂ മീൻസ് 1 million ആണ്. അപ്പോൾ അത് റിട്ടേൺ ഡൗൺ വാല്യൂയിലേക്ക് മാറ്റുക. റിട്ടേൺ ഡൗൺ വാല്യൂ മീൻസ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനായിട്ട് ക്യാരിയിങ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 million എന്നുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാം. ദെൻ എന്തെഴുതുക? റിട്ടേൺ ഡൗൺ ഇത് 75,000 എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. അതായത് 1 million അല്ലെങ്കിൽ 10 lakh നിങ്ങളുടെ ഡിപ്രിസിയേഷൻ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ എമൗണ്ടാണ്. ഇതിനെ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് ആണ് പറയുക സാധാരണ. റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് പെർ അക്കൗണ്ടിങ് പർപ്പസ് 25% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ട്, അതായത് 10 lakhൻ്റെ 25% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്നത് 7,50,000 ആണ്. 10 lakh മൈനസ് 2,50,000 ചെയ്ത് കഴിഞ്ഞാൽ 7,50,000 ആണ് നമുക്ക് ക്യാരിയിങ് വാല്യൂ ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ മെഷീനറി കിട്ടിയത്. ആൻഡ് ടാക്സ് ബേസിന് കാണിക്കുന്നത് 30% ആണ് ഡിപ്രിസിയേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ടാക്സ് ബേസും ക്യാരിയിങ് എമൗണ്ടും സെയിം ആണ്, കാരണം റീവാലുവേഷൻ ഒന്നും വന്നിട്ടില്ല. സോ ടാക്സ് ബേസ് വിൽ ബി ഈക്വൽ ടു ക്യാരിയിങ് എമൗണ്ട് എന്നുള്ള അസംഷനിൽ എന്ത് ചെയ്യാം? 10 lakh മൈനസ് 30%. 30% മീൻസ് 3 lakh. 3 lakh ആണ് അവിടെ ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ടാവുക. ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ 7 lakh ടാക്സ് പർപ്പസിനുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടി. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 7,50,000 ആണ് ക്യാരിയിങ് വാല്യൂ. ക്യാരിയിങ് വാല്യൂ ഈസ് ഹയർ ദാൻ ദ ടാക്സ് ബേസ്. Then there will be taxable temporary difference of 50,000. Then it have to be multiplied with the prevailing tax rate of 30%, and the resultant figure will be 15,000. ഓക്കെ, ഇത്രയാണ് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് തിയറി നന്നായിട്ട് നോക്കുക. അതിന് സപ്പോർട്ടിങ് ആയിട്ട് വരുന്ന രീതിയിൽ എക്സാമ്പിൾസ് കൂടെ നോക്കുക. സോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ.